എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിൻജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന് എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് ശരീരഭാരം ക്രമീകരിക്കുക. അമിതവണ്ണമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുക. 3 ശരിയായ വ്യായാമങ്ങൾ നടത്തുക. അപ്പോൾ ഈ ട്രയോസ് അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയോസാണ് പറയുക. 3 കാര്യങ്ങളാണ് അവിടെയും വേണ്ടത്. ഒന്ന് സമർപ്പണം, രണ്ടാമത്തത് ക്ഷമ, മൂന്നാമത്തത് സ്ഥിരോത്സാഹം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ആരോഗ്യ ജീവിതത്തിന് ആദ്യം വേണ്ടത് ഭാരം കുറയ്ക്കാനാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ ഭാരം കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പറയുന്ന സമർപ്പണവും ക്ഷമയും സ്ഥിരോത്സാഹവും തന്നെയാണ്. അപ്പോൾ 1-2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വ്യക്തിയുടെ ഭാരം അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ സുദീർഘമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ചെയ്യുക വഴി മാത്രം ഒരാളുടെ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ശരിയായ ചിട്ടയോടുകൂടിയുള്ള ഒരു വ്യായാമ മുറകളും തന്നെയാണ്. ബേസിക്കലി ഈ ഒബേസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്നുകിൽ അത് ഒരു പക്ഷേ ചില രോഗങ്ങളുടെ സെക്കൻഡറി ആയിട്ടും ഇത്തരത്തിലുള്ള അമിതവണ്ണം വരാം. ഉദാഹരണത്തിന് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അമിതവണ്ണത്തിലേക്ക് പോകാം. ജനിതകപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും പല സങ്കീർണതകളിലേക്ക് നയിക്കുന്നതോടുകൂടി തന്നെ അമിതവണ്ണത്തിലേക്കും നയിക്കാറുമുണ്ട്. പക്ഷേ മഹാഭൂരിഭാഗം വരുന്ന ആൾക്കാരിലും ഇത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെ വരാറുണ്ട്. കോർട്ടിസോൾ എലിവേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് തന്നെ അമിതവണ്ണം വന്ന ഒത്തിരി പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ആ ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് തന്നെ സ്ട്രെസ് ഈറ്റിങ്ങിലേക്ക് പോകുന്ന, അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ ഇടയിൽ തന്നെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഭക്ഷണ ക്രമീകരണമാണ്. പലരും ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, സ്മാർട്ടായി ഭക്ഷണം കഴിക്കുക എന്ന കാര്യമാണ് നമ്മൾ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. എന്താണ് ഈ സ്മാർട്ടായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അമിതവണ്ണം ഉണ്ടാകാനുള്ള മൂലകാരണം പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫുഡിനോട് ക്രേവിങ്ങും ഉണ്ടാകാറുണ്ട്, പ്രധാനമായിട്ട് ഡയബറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ ചെയ്യാനുള്ളത്, ഒന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നത് തന്നെയാണ്. പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക. റിഫൈൻഡ് കാർബ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന ബേക്കറി പലഹാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വർജിക്കുക. അതിന് പകരമായിട്ട് ഒരു പെർ kg അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് അതിന് ആനുപാതികമായ രീതിയിൽ പ്രോട്ടീൻ ആഹരിക്കാൻ വേണ്ടി തയ്യാറാവുക. 70 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ എന്ന രീതിയിലാണ് അത് കൺസ്യൂം ചെയ്യേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ഹെൽത്ത് ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഡയറ്റ് ക്രമീകരണം നടത്തേണ്ടത്. പൊതുവായ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ ഭക്ഷണം നമ്മൾ തുടങ്ങേണ്ടത്, ഈ അമിതവണ്ണമുള്ള ആൾക്കാർ തുടങ്ങേണ്ടത് ശുദ്ധമായ ജലം കുടിച്ചുകൊണ്ടാണ്. പിന്നീട് അവർ ആഹരിക്കേണ്ടത് ഫാറ്റാണ്. കഴിയുന്നിടത്തോളം ഒരു ബുള്ളറ്റ് കോഫി പോലെയുള്ള ഒരു കാര്യത്തിലേക്ക് അവർ പോകുന്നത് അവർക്ക് ഭക്ഷണത്തോടുള്ള ക്രേവിങ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ഒരു സുസ്ഥിരമായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ദിവസത്തേക്ക് 3-4 ലിറ്ററോളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ തയ്യാറാവണം. പ്രധാനമായിട്ടും സാമാന്യ ആരോഗ്യത്തിന് വേണ്ടി തന്നെ 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന അനുപാതത്തിലാണ് നമ്മൾ നോർമലായിട്ട് വെള്ളം കുടിക്കേണ്ടത്. പക്ഷേ എക്സസീവായിട്ട് വിയർപ്പുള്ള ആൾക്കാരും അല്ലെങ്കിൽ അധ്വാനം ചെയ്യുന്ന ആൾക്കാരും അതിനനുസൃതമായ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭാരം കുറക്കാനോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനോ ഉള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ്. നമ്മൾ സാധാരണ പറയുക, ഒരു 14 മണിക്കൂറെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് പീരീഡിലേക്ക് പോകണം എന്നാണ്. ഉദാഹരണത്തിന്
രാത്രി 7 മണിയോടുകൂടി ഭക്ഷണം കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് ശേഷം മാത്രം കഴിക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആത്മസമർപ്പണമുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് ക്ഷമയും സ്ഥിരോത്സാഹവുമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് 18 മണിക്കൂറിൻ്റെ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുക. അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 11 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് മാത്രമായിട്ട് നിജപ്പെടുത്തുക, അല്ലെങ്കിൽ ഭക്ഷണം നിജപ്പെടുത്തുക. 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. രാവിലത്തെ ഭക്ഷണം 11 മണിക്ക് ശേഷം മാത്രം കഴിക്കുക. ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടുന്ന ആൾക്കാർക്ക് അമിതവണ്ണം കുറയാനും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനുമുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ പലരും പറയാറുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എനർജി ഉണ്ടാവുക, ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്ത് പോലെ കായികമായി അധ്വാനിക്കുന്നവരല്ല നമ്മൾ ആരും ഇന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ കഠിനമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ കൂടിയ അളവിലുള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത് എന്നല്ല, കഴിക്കണം. പക്ഷേ കഴിക്കേണ്ടത് റിഫൈൻഡ് കാർബാകരുത്, അല്ലെങ്കിൽ പഞ്ചസാര പോലെയുള്ള സാധനങ്ങൾ ആകരുത് എന്നുകൂടി നിർബന്ധപൂർവ്വം ചിന്തിക്കുക. നിങ്ങൾക്ക് ഡ്രാസ്റ്റിക്കായിട്ട് ബോഡി വെയ്റ്റ് കുറയണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ 18 മണിക്കൂറിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്പ് 10,000 സ്റ്റെപ്സ് നിങ്ങൾ നടക്കാൻ വേണ്ടി തയ്യാറാവുക. 10,000 സ്റ്റെപ്പ് ഒറ്റയടിക്ക് നിങ്ങൾ നടക്കണമെന്നല്ല പറയുന്നത്. അതുകൂടാതെ നമ്മൾ ആലോചിക്കേണ്ട 10,000 സ്റ്റെപ്പ് നടക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാവരും നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ മുട്ടുവേദന പോലെയുള്ള കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വാതരോഗങ്ങൾ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരോ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരോ ഒന്നും ഇങ്ങനെ ഈ 10,000 സ്റ്റെപ്പ് നടക്കാനല്ല പറയുന്നത്. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഉള്ള ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് ആണെങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്യാം. 10,000 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഏറെക്കുറെ ഒരു 7 കിലോമീറ്ററോളമാണ്. അത് വളരെ സ്വിഫ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. 8 മണിക്കൂർ ഉറക്കം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. 8 മണിക്കൂറിലെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനുള്ള, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പോലെ തന്നെ ലിവറിനും അതിൻ്റെ ഒരു റെസ്റ്റിംഗ് പീരീഡ് കിട്ടും. ആ സമയത്ത് കൂടുതൽ റിപ്പയർ വർക്ക് നടക്കുന്നു എന്നാണ് പറയുന്നത് ശരീരത്തിന് മൊത്തമായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പയർ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് സഹായിക്കുന്ന ലിവർ പോലെയുള്ള അവയവങ്ങൾക്കും കൂടുതൽ റിലാക്സേഷൻ ലഭിക്കുകയും കൂടുതൽ റീജുവിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലിവറിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കൊഴുപ്പിൻ്റെ മെറ്റബോളിസത്തിനെ അത് സഹായിക്കുകയും അത് ശരീരത്തിൽ നിന്ന് കൂടുതൽ നന്നായിട്ട് വെയിറ്റ് കുറക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിലേക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ 2-3 കോഴിമുട്ടയും അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോകാം. ഉച്ച സമയത്ത് ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ പകുതി മാത്രം അരി ഭക്ഷണത്തിലേക്ക് പോകാം, ചോറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന പകുതി മാത്രം നിങ്ങൾ ആലോചിച്ചാൽ പോരാ, എത്രയാണോ നിങ്ങൾ ചോറ് എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി അളവിൽ കറികളൊക്കെ കൂടി ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. മറ്റൊന്ന്, വൈകുന്നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ ഡിന്നർ എന്ന് പറയുന്നത് കഴിയുന്നിടത്തോളം ഈ അരി പോലെയുള്ള, ഗോതമ്പ് പോലെയുള്ള, മില്ലറ്റ് പോലെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വർജിച്ചുകൊണ്ട് കടല പുഴുക്ക് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് പോലെയുള്ള കാര്യങ്ങളോ അതും അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലെയുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ആഹരിക്കാവുന്നതാണ്. വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഡയറ്റോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ കൃത്യമായ ഒരു സമർപ്പണം ഞാൻ പറഞ്ഞു, ക്ഷമ വേണമെന്ന് പറഞ്ഞു. അതായത് 1-2 ആഴ്ചകൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ 3 to 8 months ആണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. 3 മാസം തൊട്ട് 8 മാസം വരെ കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ആരോഗ്യത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.